ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിട്ടേ ഞാനും ഏട്ടനും കൂടിയിട്ട് ലുലു മാളിൽ വന്നതാണ് കേട്ടോ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ലുലു മാളിൽ വന്നതാണ്. അപ്പം കുറേ നാളായി വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസത്തോളമായി ഞങ്ങൾ ലുലു മാളിൽ എത്തിയിട്ട്. അപ്പോൾ ലുലു മാളിൽ കറങ്ങാനായിട്ട് വന്നതാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കാരണം പറയാം കേട്ടോ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഓഫറുള്ള സമയത്ത് ഓർഡർ ചെയ്തു. അപ്പോൾ 174 രൂപയ്ക്ക് 5 ലിറ്റർ ഹാൻഡ് വാഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച എന്നെ അത് പിന്നെ മെസ്സേജ് കണ്ടു, അത് വെള്ളിയാഴ്ചത്തേക്ക് വ്യാഴാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു. അതായത് ഡെലിവറി ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഇക്കത്ത് അവർ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ, കുറേ നാളായി ഓർഡർ ചെയ്തിട്ട്, അപ്പോൾ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാനായിട്ട് അറിയില്ല. സത്യം പറഞ്ഞു എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മറ്റന്നാളിലേക്ക് വരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ മറ്റന്നാൾ ശരി, ശനിയാഴ്ചത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൂടാ. അത് ഇന്ന് പക്ഷേ എന്നിട്ട് വെള്ളിയാഴ്ച വീണ്ടും ചേച്ചി റീഷെഡ്യൂൾ ചെയ്തില്ലേ, ഇത് എന്താ ഇങ്ങനെ ചെയ്യാത്ത, എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എൻ്റെ വണ്ടിയുമ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. ആ പെൺകുട്ടി വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുക, ഭയങ്കര ഒച്ചയിൽ. എനിക്ക് ആ ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ, അതായത് നമ്മളോട് വന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴേ അതേപോലെയാണ് സംസാരിക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ അങ്ങനെ സൈലൻ്റായിട്ട് കേട്ടിരുന്ന് എന്താണ് ചെയ്തോളൂ എന്ന് ചേട്ടാ ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു, അത് ക്യാൻസലാക്കി വിട്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഇന്ന് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കൈ, ഞാൻ കുറച്ച് അലർജിക്കാണ്, എൻ്റെ സ്കിൻ അലർജിക്കാണ്. അപ്പോൾ എനിക്ക് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകുന്നത്. അപ്പോൾ നമ്മൾ അത് വരും എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഞാൻ കംപ്ലയിൻസ് ഒക്കെ എഴുതി ഫ്ലിപ്കാർട്ടിലേക്ക് വിട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിന് 271 രൂപയാണ് കിടക്കണത് 5 ലിറ്ററിന്. അപ്പോൾ എനിക്ക് അത്ര വേണ്ട. അങ്ങനെ അത്രയ്ക്കും നമ്മൾ ലാഭം നോക്കിയിട്ടാണല്ലോ ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ആദ്യമായിട്ട് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് കേട്ടോ അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതെനിക്ക് മോശം അനുഭവമായിട്ട് എനിക്ക് തോന്നി ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡ് വാഷ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെല്ലാം സാറ്റർഡേ ഞങ്ങൾ പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാറുണ്ട് വല്ലപ്പോഴും. ആകെ ഒരു ദിവസങ്ങളിൽ നമുക്കൊരു സന്തോഷമായിട്ട് പിറ്റേ ദിവസം മുടക്കാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ നടക്കുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി നടന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാക്സിൽ കയറിയിട്ട്, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ലുലുവിൽ എത്തുമ്പോൾ നമ്മൾ മാക്സിൽ കയറിയിട്ട് ഹൈലൈറ്റ് മാളിൽ, അപ്പോൾ മാക്സിൽ കയറി അവിടേക്കൊന്ന് കറങ്ങി അടിച്ചു, അതൊക്കെ നടന്നു കുറച്ച് അധികം പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലുലുന്ന്. അതിനുശേഷം ഞങ്ങൾ ഹോട്ടൽ മഹേശ്വരിക്ക് വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പം ഏട്ടൻ എന്നോട് പറയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാൻഡ് വാഷും കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു. ലാഭമുണ്ട്, നല്ല ലാഭത്തിന് സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്യാഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് നല്ല ഓഫറുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ ലുലുവിൽ. അപ്പോൾ ആൾക്കാർക്ക് പോകുന്ന, അപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നമ്മൾ ശ്രമിച്ചില്ലേ, നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭട്ടൂരിയാണ്, ഞാനും ഏട്ടനും ഭട്ടൂര തന്നെയാണ് മേടിച്ചത്. ചന മസാലയും ഭട്ടൂരിയും ചന മസാലയും, പിന്നെ അതിൻ്റെ കൂടെ സാലഡും ഉണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കുറേ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. ഇത് ശരിക്കും ഭട്ടൂര കഴിച്ചിട്ട് തന്നെ ഒരുപാട് നാൾ, ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഭട്ടൂര കഴിച്ചിട്ട് അത്ര അധികം എനിക്ക് ഓർമ്മയില്ല. ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചതായിട്ട് എനിക്ക് ഒരു ഓർമ്മയും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനും ഏട്ടനൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ചേട്ടന് ഫോൺ കോൾസ് വരും. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഫോണിലായിരിക്കും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുക, വീഡിയോയിൽ നോക്കുക, എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് ഒന്നും മിണ്ടാതെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഏട്ടന് എപ്പോഴും കോൾസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏട്ടന് ഭക്ഷണം കഴിക്കും വേണം, സംസാരിക്കും വേണം. അപ്പോൾ എന്നോട് സംസാരിക്കാനാണ് ചിലപ്പോൾ സമയം കിട്ടാതിരിക്കുക. എന്ന് വെച്ചാൽ തിരക്കായിരിക്കും, എപ്പോഴും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാര്യം നമുക്കിപ്പോൾ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ വെറുതെ മിണ്ടാതിരുന്ന് കഴിക്കാം. അതൊക്കെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നമുക്ക് ഫുഡൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിക്കുക. ഫുഡ് കിട്ടിയാൽ മതിയല്ലോ, അത്ര മതിയല്ലോ, ഹോട്ടലിലേക്ക് ഒന്ന് പോയാൽ മതിയല്ലോ, പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതിയല്ലോ, അങ്ങനെയൊക്കെ ആയി ചിന്തകൾ. കാരണം വർഷങ്ങൾ പോകും തോറും നമ്മൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ കുറവ് കൊണ്ടല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ മതി,
എങ്ങനെയായാലും ലൈഫൊക്കെ മുന്നോട്ട് പോകും, കാരണം നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒന്ന് പോകണമെന്നേ. അപ്പോൾ അങ്ങനെ ഭട്ടൂര അടിപൊളി ഭട്ടൂരയാണ് കേട്ടോ. പത്തൻസിലോ ഭാരതിലോ കിട്ടുന്ന ഭട്ടൂരയുടെ സ്വാദല്ല, പത്തൻസിലാണ് ഏറ്റവും സ്വാദ് ഉണ്ടായിരുന്ന ഭട്ടൂര. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ചനാ മസാലയുടെ സ്വാദല്ല കേട്ടോ. മഹേശ്വരിയിൽ 3 സ്ഥലത്തെയും ചനാ മസാലയ്ക്ക് വെറൈറ്റി സ്വാദാണ്. അപ്പോൾ എവിടുത്തെ ഭട്ടൂരയാണ് സ്വാദ് ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന നേരത്ത് കഴിക്കുന്നത് ഏത് ഹോട്ടലിൽ പോയിട്ടാണോ അവിടുത്തെ സ്വാദാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം 3നും 3 സ്വാദാണ്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. അതുകൊണ്ടാണ് ഏറ്റവും സ്വാദ് ചോദിക്കുമ്പോൾ എവിടെ ചെന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അവിടുത്തെ സ്വാദാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് അങ്ങനെ പറയല്ലേ നമുക്ക് നല്ലത്. അവനെ ഭട്ടൂരൊക്കെ അങ്ങനെ വലിച്ചു വാരി അങ്ങ് വിട്ടുകൊണ്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, പരിചയപ്പെട്ടു. പരിചയമില്ല, അവർ പരിചയം പുതുക്കി. അപ്പം ഞാനതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് ആകെ കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് വന്ന് യൂട്യൂബിലേക്ക് വീഡിയോസ് എടുക്കുക. അതൊക്കെ ഇതാണ് എൻ്റെ ഒരു ലോകം കേട്ടോ. യൂട്യൂബാണ് എൻ്റെ ഒരു ലോകം. യൂട്യൂബാണ് എനിക്കൊരു ലോകം ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ, അത് സത്യം തന്നെയാണ്, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. യൂട്യൂബിലാണ് എനിക്കൊരു ലോകം ഉള്ളത്. യൂട്യൂബാണ് എൻ്റെ ഒരു ലോകമായിട്ട് ഞാനിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സ് എനിക്ക് സ്വന്തമായിട്ട് തന്നത് യൂട്യൂബാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഏട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള ഒരു സംസാരവും വർത്തമാനവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ആള്. അപ്പോൾ ആള് നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളും സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു കൊച്ചു മോളിരിക്കുന്നുണ്ടായിരുന്നു, ഒരു ഫാമിലി, അച്ഛനും അമ്മയും ഒരു കുഞ്ഞു മോള്, 2-3 വയസ്സായിട്ട്, 2-3 വയസ്സായിട്ടില്ല. അപ്പോൾ അവളെ എന്നെ നോക്കും, ഇടയ്ക്ക് ഞാൻ അവളെ നോക്കും, കണ്ണടച്ച് കാണിക്കും, സ്നേഹം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹം കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണോ. എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടല്ലോ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും, കൗതുകത്തോടു കൂടി നോക്കുന്നത് കാണാം. എനിക്കും കുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ്. ദൈവം എന്തോ ഇത് കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിലേക്ക് ഒരു കുട്ടികളെ തന്നിട്ടില്ല. പക്ഷേ നമുക്കതിലൊന്നും ഒരു വിഷമമില്ല. ദൈവം തരുമ്പോഴല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എങ്കിലും എനിക്ക് മറ്റുള്ളവരിങ്ങനെ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും മക്കളായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചെറിയൊരു സങ്കടമൊക്കെ തോന്നും. ആർക്കായാലും ഉണ്ടാവില്ല, പെണ്ണായി പിറന്ന ആർക്കും ഉണ്ടാകാവുന്ന ഒരു സങ്കടം തന്നെയാണ് മക്കളെ അതൊക്കെ. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരുടെയും നോക്കിയിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ കാരണം എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടും വർത്താനം പറഞ്ഞതുകൊണ്ടും മനസ്സുകൊണ്ടും യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു നല്ല ദിവസമായിരുന്നു ഇന്ന്. എന്താ പറയുക, നമ്മൾ പറയില്ലേ, അത് എന്തൊക്കെ വഴക്കുകളുണ്ടെങ്കിലും എല്ലാം ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ലൈഫൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ സന്തോഷമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കങ്ങ് വീട്ടിലോട്ട് പോകാനായിട്ട്. കഴിച്ചു തീരുന്നില്ല, അതാണ്. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഭട്ടൂരയിൽ മൈദ കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ് ആയിരുന്നു, പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോരുമായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ മൈദ ആവുമ്പോഴല്ലേ നമുക്കിങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചാൽ കിട്ടുമല്ല ചില ഭട്ടൂരകൾ. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഹോട്ടൽ മഹേശ്വരി അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലാണ്, നല്ല സ്വാദിയായിട്ടുള്ള നല്ല ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ എനിക്കൊരു കാപ്പിയും കൂടി എത്തി. കാപ്പി ഞാൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, കുറേ നാളെ കാപ്പി കുടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കാപ്പിയും കുടിച്ചു. ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചീറ്റ് ചെയ്ത് ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചീറ്റ് ഡേ നമുക്ക് നമ്മൾ തന്നെയല്ലേ ചീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ചായയൊക്കെ ഊതി എന്ന് പറയാം, അങ്ങനെ ഊതി കുടിച്ചുകൊണ്ട് സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടത്തിലുണ്ട്. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.